الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും ജാഗ്രത പാലിക്കാറുണ്ട്. തിരക്ക് പിടിച്ച അങ്ങാടിയിൽ വണ്ടി ഓടിക്കുമ്പോൾ, അഗാധമായ ഒരു ഗർത്തത്തിനരികിലൂടെ വഴി നടക്കുമ്പോഴൊക്കെ വളരെ നിതാന്തമായ ജാഗ്രത മനുഷ്യനുണ്ടാകാറുണ്ട്. പ്രത്യേക ബോർഡുകളും നിർദ്ദേശങ്ങളും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കാണാറുണ്ട്. അപകടം പിണയാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കും. ശ്രദ്ധിക്കാത്തവർ വലിയ അപകടത്തിൽ ചെന്നുപെടുകയും ചെയ്യും. വിശ്വാസികളും എപ്പോഴും ജാഗ്രത പാലിക്കുന്നവരായിരിക്കണം. കാരണം നമ്മുടെ ചുറ്റുപാടുകളിൽ അപകടങ്ങൾ വരുത്തുന്ന അനവധി കാര്യങ്ങളുണ്ട്. സ്വർഗം നഷ്ടപ്പെടുത്തുന്നതും നരകത്തിലേക്ക് അടുപ്പിക്കുന്നതുമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിതാന്തമായ ജാഗ്രത ഒരു സത്യവിശ്വാസിക്ക് അനിവാര്യമാണ്. അല്ലെങ്കിൽ അവൻ നാളെ പരലോകത്ത് ചെന്ന് കൈക്കടിക്കേണ്ടുന്ന ഒരവസ്ഥയുണ്ടായിത്തീരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ ജയിലാണ് ഈ ദുനിയാവെന്നാൽ. മുഅ്മിനിന് അരുതായികകൾ ഏറെയും അരുതുകൾ കുറവുമാണ്. അഥവാ ചെയ്യാൻ പറ്റുന്നത് കുറവും ചെയ്യാൻ പാടില്ലാത്തത് ഏറെയുമാണ്. എന്തിനാണിതൊക്കെ? സ്വർഗം നേടാൻ വേണ്ടി. വജന്നത്തുൽ കാഫിർ, ഈ ദുനിയാവ് അത് കാഫിറിൻ്റെ സ്വർഗമാണ്. അവനിവിടെ എന്തു പ്രവർത്തിക്കാം, പക്ഷേ അവൻ നാളെ പരലോകത്ത് ചെന്നാൽ അതിന് പെനാൽറ്റി നൽകേണ്ടി വരും, ശിക്ഷ അനുഭവിക്കേണ്ടി വരും. വിശ്വാസികൾക്ക് നിയന്ത്രണങ്ങളുണ്ട്. 3 കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിലെടുക്കണം. 3 കാര്യങ്ങൾ. ഒന്നാമത്തേത്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും പരലോക ചിന്തയിൽ നിന്നും അകലുന്നത് ഗൗരവത്തിലെടുക്കണം. കാരണം പരലോക ചിന്തയിൽ നിന്നകന്നാൽ, ദിക്റിൽ നിന്നകന്നാൽ, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നകന്നാൽ പിശാചിന് ഇരയായി മാറേണ്ടി വരും നമ്മൾ. രണ്ടാമത്തെ കാര്യം,
നരകത്തിലേക്ക് അടുപ്പിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് അകറ്റുന്നതുമായ കാര്യങ്ങൾ വർദ്ധിക്കുകയും പുണ്യങ്ങൾ കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥ. എങ്ങനെ? നരകത്തിലേക്കുള്ള അധിക കാര്യങ്ങൾ ചെയ്യുന്നു, സ്വർഗത്തിൽ നിന്ന് അകറ്റാനുള്ള കാര്യങ്ങൾ വർദ്ധിക്കുന്നു, പുണ്യങ്ങളാണെങ്കിൽ വളരെ കുറച്ചുമാണ്. അങ്ങനെയുള്ളവൻ ഖബർ മുതൽ നഷ്ടത്തിലേക്കാണ് പോകുന്നത് എന്ന് തിരിച്ചറിയണം. മൂന്നാമത്തെ കാര്യം, നേടിയെടുത്ത പുണ്യങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നേടിയെടുത്ത പുണ്യങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വലാ തുബ്തിലു അഅമാലക്കും. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെയും അനുസരിക്കണം. നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയുകയും ചെയ്യരുത്. കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്ന കാര്യങ്ങളെ കണ്ടെത്തുകയും ആ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ് കർമ്മങ്ങൾ ചോർന്നു പോകാതെ, പുണ്യകർമ്മങ്ങൾ നഷ്ടപ്പെടാതെ നിലനിർത്താനുള്ള കാരണം. മുകളിൽ പറഞ്ഞ ദുരന്തങ്ങൾ നമ്മിലേക്ക് കൊണ്ടുവന്ന് നമ്മെ നശിപ്പിക്കുവാൻ ചിലപ്പോഴെങ്കിലും വിനോദങ്ങൾക്ക് സാധിക്കാറുണ്ട്. കളികളോടും വിനോദങ്ങളോടും താല്പര്യമുള്ളവരാണ് മനുഷ്യർ. അതിനാൽ പരിധിക്കുള്ളിൽ നിന്ന് അനുവദനീയമായത് മാത്രം ചെയ്യുക എന്നത് ഈ സമയത്തിലും സന്ദർഭത്തിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ശാരീരിക മാനസിക ഉല്ലാസത്തിന് ഉതകുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ അമിതമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞതുപോലെ അമിതമായാൽ ഏത് കാര്യവും അത് വളരെ ബുദ്ധിമുട്ടും പ്രയാസവും നാളെ പരലോകത്തുണ്ടാക്കും. ലോകം മുഴുവൻ കളിയിലേക്ക് ശ്രദ്ധ തിരിച്ച സമയത്തിലാണ് നമ്മൾ ഉള്ളത്. ആദ്യമേ പറയട്ടെ, ഫുട്ബോൾ മത്സരം കളിക്കുന്നത് ഹറാമല്ല, അത് ഹറാമല്ല, അത് കാണുന്നത് ഹറാമൊന്നുമല്ല. എന്നാൽ അത് പുണ്യകാര്യവുമല്ല, അതിന് വലിയ ഹുറുമത്തൊന്നുമില്ല, നിർബന്ധ ബാധ്യതകളിൽപ്പെട്ട കാര്യവുമല്ല. ഫുട്ബോൾ കാണുക എന്നത് നിർബന്ധ ബാധ്യതകളിൽപ്പെട്ട കാര്യമല്ല. ഏതൊക്കെ കളികളുണ്ടോ അതൊക്കെ ഞാൻ ഖത്തം തീർക്കും എന്ന് വിചാരിച്ചത് മുസ്ലിം പോണ്ട ആവശ്യവുമില്ല. വെറും ഒരു അനുവദനീയമായ മുബാഹായ ഒരു കാര്യം, കളി കാണുക എന്നത് മുബാഹായ ഒരു കാര്യമാണ്, അനുവദനീയമായ കാര്യമാണ്, അത് ഹറാമല്ല. അത് കളിക്കുന്നതും ഹറാമല്ല, കാണുന്നതും ഹറാമല്ല. എന്നാൽ ഏത് ഹറാമല്ലാത്ത കാര്യം, ഏത് ഹലാലായ കാര്യമാണെങ്കിലും ആ ഹലാലായ കാര്യത്തിന് ചില നിബന്ധനകൾ ഉണ്ട്. ആ നിബന്ധനകൾ പാലിക്കപ്പെടാതിരിക്കുമ്പോൾ അത് നിഷിദ്ധമായി മാറുന്നൊരവസ്ഥയുണ്ട്. എപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിഷിദ്ധവും കുറ്റകരമായി മാറുന്നത്? കേവലം സന്തോഷത്തിനപ്പുറം അതൊരു ലഹരിയായി മാറുന്നു. ഇത് ഒരു സീസണാണ്, ആ സീസണിൽ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ലഹരിയിലേക്ക് പോകുമ്പോൾ അത് ഹറാമിൻ്റെ പരിധിയിലേക്ക് പോകുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. വിനോദത്തിന് ഉതകുന്ന ഇത്തരം കളികൾ അനുവദിക്കപ്പെട്ടതാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ അത് ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, ദീനിനേക്കാൾ അതിന് പ്രാധാന്യം കൊടുത്താൽ അത് നമ്മുടെ ജീവിതത്തിലെ ദീനിനെ പൊളിച്ചു കളയും. രണ്ടാമത്തത്, ജമാഅത്ത് നമസ്കാരവും നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു കാര്യം, അതിനോടുള്ള ഒരു അഭിവാഞ്ച, അതിനോടുള്ള ഒരാഗ്രഹം അല്ലെങ്കിൽ താല്പര്യം നിസ്കാരത്തെ നഷ്ടമാക്കുന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. മുഴുവൻ സമയവും ഇതിന് മാറ്റിവെക്കുമ്പോൾ പ്രശ്നമാണ്. ബാധ്യതകളും കടമകളും ഉള്ളവരാണ് മനുഷ്യർ. കുടുംബത്തോട് മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ വിസ്മരിച്ച് ജോലിക്ക് പോകാതെ ലീവെടുത്ത് ഇതിനു വേണ്ടി മാത്രം ജീവിതം ഒഴിച്ചു വെക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരം അവസ്ഥയിൽ വലിയ തോതിലുള്ള ആത്മപരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അനേകം അപകടങ്ങൾ വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നിർദ്ദേശങ്ങളിൽ നിന്നും നമ്മളെ ഇത്തരം ലഹരിയും ഇത്തരം അമിതമായ അഭിവാഞ്ചയും നമ്മളെ മാറ്റിമറിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തെറ്റിച്ചു കളയുവാൻ, അതിനെ പരിഹാസ്യമാക്കി തീർക്കുവാനും വേണ്ടി വിനോദ വാർത്തകൾ വിലക്കുവാങ്ങുന്ന ചിലർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അത്തരക്കാർക്ക് അപമാനകരമായ ശിക്ഷയാണ്. അറിവില്ലാതെ വിനോദത്തിൻ്റെ പിന്നാലെ പോയി
അതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോയി മതത്തെ പരിഹസിക്കുന്ന രൂപത്തിൽ വിരോധങ്ങൾ അമിതമാവുകയും നമസ്കാരം ഒഴിവാക്കുകയും ദീനിൻ്റെ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അദാബും മുഹീൻ, അപമാനകരമായ ശിക്ഷയാണുള്ളത്. എന്താണ് ലഹുവൽ ഹദീദ് എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെടുന്നതിനേക്കാൾ ദോഷം ചെയ്യുന്നു, ഗുണത്തെക്കാൾ അധികം തിന്മ കൂടുതലുള്ള കാര്യങ്ങൾക്കാണ് അത് പറയുക. ഇതിലടങ്ങിയിരിക്കുന്ന അപകടങ്ങൾ, ഒന്നാമത്തേത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അകറ്റുന്നു, നമസ്കാരം നഷ്ടപ്പെടുന്നു, സുബൈ ജമാഅത്ത് നഷ്ടപ്പെടുന്നു, മഗ്രിബ് ജമാഅത്ത് നഷ്ടപ്പെടുന്നു, ഇശാ ജമാഅത്ത് നഷ്ടപ്പെടുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. 2, സമയനിഷ്ഠ, നമസ്കാരത്തിന് സമയനിഷ്ഠ പാലിക്കാതിരിക്കൽ. അതേപോലെ ഈ ഒരു സീസണിൽ ഖുർആൻ എടുത്തു വെച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ സമയമില്ലാത്ത അവസ്ഥ, എനിക്ക് സമയമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ്. ദുനിയാവിനെ അപകടപ്പെടുത്തും, ആഖിറത്തിനെ അപകടപ്പെടുത്തും. രാത്രി വളരെ വൈകിയും കളി കണ്ട് സുബഹി നിസ്കാരം നഷ്ടപ്പെടുത്തി കടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോടാണ് യുദ്ധം ചെയ്യുന്നത്. അള്ളാഹു തആല പറഞ്ഞ കൽപ്പന മാറ്റിവെക്കുകയും ദുനിയാവിനെ നമ്മുടെ ദേഹേച്ഛയെ മുൻപന്തിയിൽ നിർത്തുകയും ചെയ്യുന്നതിൻ്റെ അപകടം നാളെ പരലോകത്ത് വളരെ വലുതായിരിക്കും. ഓരോ സമയത്തെക്കുറിച്ചും നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. യുവത്വത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ ചിലവഴിച്ച ഓരോ കാര്യത്തെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും. കളി സമയങ്ങളിൽ നിസ്കാരം വൈകിപ്പിക്കുക, അതേപോലെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുക, ഇതൊക്കെ മുഹാഫളത്ത് ഒഴിവാക്കുന്ന കാര്യമാണ്. നമസ്കാരത്തെ വേണ്ടത്ര പരിഗണിക്കായിക അതിലൂടെ വന്നു ചേരുന്നുണ്ട്. രണ്ടാമത്തത് അമിത ആസക്തി, സമയം പാഴാക്കൽ. സമയം വളരെ വിലപ്പെട്ടതാണ്. കുറഞ്ഞ സമയത്തിനപ്പുറം 24 മണിക്കൂറും ഈ കാര്യത്തിൻ്റെ പിന്നാലെ പോകുക. എന്ത് സംസാരിച്ചാലും ആ വിഷയത്തിലേക്ക് എത്തുക. ഏത് കാര്യം ചിന്തിക്കുകയാണെങ്കിലും ആ ഒരു കളിയുടെ ഭാവി ആലോചിക്കുകയും ചിന്തിക്കുകയും ഒരു ടീമിൻ്റെ കൂടെ നിന്ന് അവരെക്കുറിച്ച് സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ഇന്നത് കേവലം കളി സമയങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മണിക്കൂറോളം കളിയും പിന്നെ അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളും തർക്കങ്ങളുമാണ് നടക്കുന്നത്. ഇത് റബ്ബ് നൽകിയ ആയുസ് പാഴാക്കി കളയലാണ്. ഒരതിരു വേണമെന്നാണ് പറയുന്നത്. ഒരതിരു വേണം. മനുഷ്യനെ വഞ്ചിക്കുന്ന 2 വിഭവങ്ങളുണ്ട് ഈ ലോകത്ത്. ഏതാണ് 2 അസ്സിഹ്ഹതു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവ് സമയവും. ശ്രദ്ധിക്കണം. അതേപോലെ പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയുണ്ട്. കളിക്കാരുടെ ജീവിതത്തെ മാതൃകയാക്കുക, അവരുടെ മുടിവെട്ടലിനെ മാതൃകയാക്കുക, അവരുടെ നടത്തത്തെ മാതൃകയാക്കുക, അവരുടെ ജീവിതചര്യയെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഏത് വ്യക്തിക്ക് മനസ്സിൽ പ്രാധാന്യം കൊടുത്താലും അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടത്തിന് വിരുദ്ധമാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അതിലെ ഒരു ഉദാഹരണമാണ് ഖസാ ചെയ്യൽ. എന്താ ഖസാ ചെയ്യൽ എന്ന് പറഞ്ഞാൽ? തലയുടെ ചില ഭാഗങ്ങൾ വടിച്ച് ചില ഭാഗങ്ങൾ നീട്ടിവെക്കുക. ഞാൻ ഇഷ്ടപ്പെടുന്ന താരത്തിൻ്റെ അതേ രൂപത്തിൽ മുടിവെട്ടണമെന്ന് ബാർബറോട് കൽപ്പിക്കുകയും അതേപോലെ മുടിവെട്ടി നാട്ടിലൂടെ അഭിമാനത്തോടുകൂടി നടക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ നിരാകരിക്കുകയും വേറെ ഒരാളുടെ മാതൃക സ്വീകരിക്കുകയും ചെയ്താൽ ഗൈറ സബീൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയല്ലാത്ത മാതൃക സ്വീകരിച്ചാൽ നരകത്തിലേക്കാണ് അവൻ തള്ളപ്പെടുക എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധൂർത്തും ദുർവ്യയവും, വീട്ടിലെ ആവശ്യങ്ങൾ പറഞ്ഞാൽ പ്രാരാബ്ധം അറിയുന്നവർ, ആവശ്യക്കാർ വന്നാൽ വെറുതെ വിടുന്നവർ, പ്രയാസപ്പെടുന്നവർക്ക് നേരെ കണ്ണു ചിമ്മുന്നവർ, ഇങ്ങനെയുള്ള ആളുകൾ ഫ്ലക്സ് വെക്കാനും മറ്റുമായി 10,000 ചെലവഴിക്കുന്നു. 10,000. ഒരു കിഡ്നി പേഷ്യൻറ്റിന് ചോദിച്ചാൽ 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. എന്നാൽ ഫ്ലക്സിന് ചോദിച്ചാൽ 10,000-ഉം 15,000-ഉം ഗൂഗിൾ പേ ചെയ്യും. ചെയ്യുന്നവരെ കുറ്റം പറയാനല്ല, മറിച്ച് നമ്മൾ ചിന്തിക്കണം. ആരെന്തു കൊടുത്താലും അവനവൻ്റെ സ്വത്താണെങ്കിലും എവിടെ നിന്ന് സമ്പാദിച്ചു, എന്തിന് ചെലവഴിച്ചു എന്ന ഒരു ചോദ്യം ചോദിക്കുകയും അതിന് കൃത്യമായ ഉത്തരം നൽകുകയും ചെയ്യാതെ ഒരിക്കലും റബ്ബിൻ്റെ മുന്നിൽ നിന്ന് കാലപ്പുറത്തേക്ക് വെക്കാൻ പറ്റില്ല എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, വലാ തുബദ്ദിർ തബ്ദീറ, നിങ്ങൾ ധനം ദുർവ്യയം ചെയ്ത് കളയരുത്. ഇന്നൽ മുബദ്ദിരീന
കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാകുന്നു. പിശാച് തൻ്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനാകുന്നു. പിശാചുക്കളുടെ സഹോദരങ്ങളായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ലോകത്ത് ഇളാഅത്തുൽ മാൽ അത് മനുഷ്യനെ നശിപ്പിക്കും. ധനം ദുർവ്യയം ചെയ്യൽ മനുഷ്യനെ നശിപ്പിക്കും. അതേപോലെ അഞ്ചാമത്തെ കാര്യം ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കൽ, ആർപ്പുവിളികൾ, അട്ടഹാസങ്ങൾ, പരിഹാസങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തെറിവിളികൾ, ഇതൊക്കെ ചില സമയങ്ങളിൽ ഈ കളി കാണുമ്പോൾ നടക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യ വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബാദികും ലിബാദിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്കുറൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ശബ്ദങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തിന് വിധ ഉയർത്തരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ ജനങ്ങളോട് എങ്ങനെ സംസാരിച്ചിരുന്നുവോ അതിനേക്കാൾ വലിയ ശബ്ദത്തിൽ ഉയർത്തരുത്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അന്യോന്യം ഒച്ചയിടുന്നത് പോലെ ഒച്ചയിടരുത് എന്നാണ് പറഞ്ഞത്. അതേപോലെ ഒച്ചയിടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സൂക്ഷിക്കണം. അത്തരം കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാകുന്നുണ്ടെങ്കിൽ അവിടെ റസൂലിനെ ഓർക്കുന്നുണ്ടോ? കളി കാണുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് മാത്രം ചിന്തിച്ച് നടക്കുന്നവൻ നമസ്കാരത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? അതേപോലെ ആറാമത്തെ കാര്യം വെറ്റുവെക്കലും ചൂതുകട്ടവും. അത് മൈസറാണ്. ഇന്ന ആള് ജയിച്ചാൽ ഞാൻ ഇന്നത് ചെയ്യും എന്ന് പറയുന്നത് വ്യക്തമായ ചൂതാട്ടമാണ്. എളുപ്പമാർഗത്തിലൂടെ ധനം സമ്പാദിക്കാനുള്ള പന്തയങ്ങളെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നു. അതിന് ധാരാളം ദോഷങ്ങളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ചു നോക്കലുകളും അമ്പുകളും പൈശാചിക മ്ലേച്ഛവൃത്തി മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക. നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. ഒരു ബെറ്റുവെക്കൽ ആ കാര്യത്തിനു വേണ്ടി പാടില്ല. കാരണം അത് ചൂതാട്ടത്തിൻ്റെ ഗണത്തിൽപ്പെടുന്ന കാര്യമാണ്. തർക്കങ്ങളും ശത്രുതയും ഉണ്ടാകുന്നു. കളിയുടെ പേരിൽ അനാവശ്യമായി തർക്കിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അന സഈമു ബിബൈതിൻ ഫി റബ്ദിൽ ജന്ന, സ്വർഗത്തിൻ്റെ വക്കത്ത് ഓരത്തൊരു വീടാർക്കെങ്കിലും കിട്ടണമെന്ന് ഞാൻ ജാമ്യം ചെയ്യുകയാണെങ്കിൽ ആർക്കാണ് ജാമ്യം ചെയ്യുക? ലിമൻ തറക മിറാഅൻ വഇൻ കാന മുഹിക്കൻ. തൻ്റെ അടുത്ത് ന്യായമുണ്ടെങ്കിലും തർക്കിക്കാതിരിക്കുക എന്നത് സ്വർഗത്തിൽ വീട് ലഭിക്കാൻ കാരണമാകും. എത്രമാത്രം തർക്കിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. അള്ളാഹു പറയുന്നു, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഉ ഫിൽ ഖംറി വൽ മൈസിരി വയസുദ്ദുകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്തി ഫഹൽ അൻതും മുൻതഖൂൻ. പിശാച് ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉളവാക്കുവാനാണ്. അള്ളാഹുവെ ഓർമ്മിക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനുമാകുന്നു. അതിനാൽ നിങ്ങൾ അവയിൽ നിന്ന് വിരമിക്കുന്നുണ്ടോ? ചൂതാട്ടത്തിൽ നിന്ന് വിരമിക്കുന്നുണ്ടോ? വെറ്റുവെക്കുന്നതിൽ നിന്ന് വിരമിക്കുന്നുണ്ടോ? മദ്യത്തിൽ നിന്ന് വിരമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആളുകൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക. അതാ സ്കൂളുകളിൽ മത്സരം നടക്കുന്നു. രണ്ട് ചേരിയായി തിരിയുന്നു. എവിടെയും രണ്ട് ചേരിയാണ്. നീ ഏതിൻ്റെ ആളാ? ഇതാണ് LKGയിലുള്ള കുട്ടികൾ പോലും ചോദിക്കുന്നത്. ഇത് മാരകമാണ്. അങ്ങനെ വിചാരിക്കേണ്ട ഒരു കളിയാണോ അത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെയും റസൂലിനെയും ദീനിനെയും അധികം ഈ മൂന്ന് കാര്യത്തെക്കാൾ അധികം നമ്മൾ വേറെ ഒരു കാര്യം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇസ്ലാമിനെ ബാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വിശ്വാസിക്ക് അതിനനുസരിച്ച് നിലപാട് വേണം. അതുകൊണ്ട് ദൂർത്തൊഴിവാക്കുക, വെറ്റൊഴിവാക്കുക. ആ കളി കൊണ്ട് നമ്മുടെ ദീൻ പൊളിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ അനിവാര്യമായും ഈ സീസണിൽ ഈ സമയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല. അതിനേക്കാൾ വമ്പിച്ച കാര്യമല്ല അത് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്താൻ 1000 വട്ടം പറഞ്ഞാലും ബോധ്യപ്പെടുത്തൽ നിർബന്ധമാണെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈമാൻ പൊളിയുന്ന ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് ഓരോ വിശ്വാസിയും ഉറപ്പിക്കണം. നമ്മുടെ ഈമാൻ അല്ലാഹു തആല ശക്തിപ്പെടുത്തുകയും എല്ലാവിധ ദുർബലതകളിൽ നിന്നും ഈമാനെ സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ.
ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്നോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അനാവശ്യ കാര്യങ്ങളിൽ ഈ സമയത്ത് മാത്രമല്ല, ഏത് സമയത്തും വിശ്വാസി അതിൽ നിന്നും വിട്ടു നിൽക്കണം. അള്ളാഹു വിശ്വാസികളെ കുറിച്ച് പറയുന്നു, അല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നവൻ, ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ സത്യവിശ്വാസി ഇടപെടുകയുള്ളൂ. അല്ലദീന ലാ യശ്ഹദൂന അസ്സൂറ വഇദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമാ. വ്യാജത്തിന് സാക്ഷി നിൽക്കാത്തവർ, അനാവശ്യ വൃത്തികൾ നടക്കുന്നിടത്തുകൂടി നടന്നു പോവുകയാണെങ്കിൽ മാന്യന്മാരായിക്കൊണ്ട് കടന്നു പോകുന്നവരാണവർ എന്ന് സൂറത്ത് ഫുർഖാനിലൂടെ പറയുന്നു. വഇദാ സമിഉൽ ലഗ്വ അഗ്റദൂ അൻഹു വഖാലൂ ലനാ അഅ്മാലുനാ വലകും അഅ്മാലുകും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. വ്യർത്ഥമായ വാക്കുകൾ അവർ കേട്ടാൽ അതിൽ നിന്നവർ തിരിഞ്ഞു കളയുകയും ഇപ്രകാരം പറയുകയും ചെയ്യും, ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കർമ്മങ്ങളാണ്, നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കർമ്മങ്ങളും, നിങ്ങൾക്ക് സലാം, മൂഢന്മാരെ ഞങ്ങൾക്ക് ആവശ്യമില്ല. അതാണ് പറയാൻ പറഞ്ഞത്. ശാശ്വതരല്ല ഇവിടെ, തിരിച്ചറിഞ്ഞ് ജീവിക്കണം. ഏത് സമയത്താണ് ഖബറിലേക്ക് വെക്കുകയെന്നറിയില്ല. ഈ ദുനിയാവിലുള്ള സമയം മുഴുവൻ സ്വർഗം നേടാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആണ് എന്ന് മനസ്സിലാക്കണം. ജീവിതത്തെക്കുറിച്ച് അറിയണം. യഅലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹുവും വസീനത്തും വതഫാഖുറും ബൈനകും വതകാതുറും ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അഅജബൽ കുഫാര നബാതുഹു ثم يكيد فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوانا وما الحياة الدنيا إلا متاع الغرور. നിങ്ങൾ അറിയണം, ഇഹലോകമെന്നാൽ കളിയും വിനോദവും അലങ്കാരവും, നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കലും സ്വത്തുക്കളിൽ സന്താനങ്ങളിൽ പെരുപ്പം നടിക്കലും മാത്രമാണ്. ഒരു മഴ പോലെ അതുമൂലമുണ്ടാകുന്ന ചെടികൾ കർഷകരെ ആശ്ചര്യപ്പെടുത്തി, പിന്നീട് അതിന് ഉണക്കം ബാധിച്ചു. അപ്പോൾ അതിന് മഞ്ഞ നിറം പോണതായി നിനക്ക് കാണാം, പിന്നീട് തുരുമ്പായി പോകുന്നു. എന്നാൽ പരലോകത്ത് ദുർവൃത്തികൾക്ക് കഠിനമായ ശിക്ഷ, സദ്വൃത്തർക്ക് അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനവും പ്രീതിയും ലഭിക്കും. ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ഒരു മഴ പെയ്ത് മുളച്ചു വന്ന് പിന്നെ തുരുമ്പിച്ചു പോകുന്ന ഒരവസ്ഥ, അതേപോലെയാണ് മനുഷ്യന്റെ ജീവിതമെന്നാണ് ഖുർആൻ പറയുന്നത്. വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഹ്വും വലഇബുൻ വഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅമലൂൻ. ഈ ഐഹിക ജീവിതം വിനോദവും കളിയുമല്ലാതെ മറ്റൊന്നുമല്ല. തീർച്ചയായും പരലോകം തന്നെയാണ് യഥാർത്ഥ ജീവിതം. അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. വിനോദങ്ങളിൽ അതിരുവിട്ടാൽ നരകമാണ് ഫലം. നരകവാസികൾ പറയും, അടിവരയിട്ട് മനസ്സിലാക്കണം. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. സക്കറന്ന നരകത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ എത്തപ്പെട്ടത് എന്ന് നരകവാസികളോട് സ്വർഗവാസികൾ ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. എന്താ അർത്ഥം? അനാവശ്യങ്ങളിൽ മുഴുകിയവരോടൊപ്പം ഞങ്ങളും മുഴുകാറുണ്ടായിരുന്നു. അനാവശ്യങ്ങളിൽ മുഴുകിയവരോടൊപ്പം ഞങ്ങളും മുഴുകാറുണ്ടായിരുന്നു. അള്ളാഹു നമ്മെ വെറുതെ സൃഷ്ടിച്ചതെല്ലാം അവനിലേക്ക് തിരിച്ചു പോകാനുള്ളവരാണ് നമ്മൾ എന്ന് തിരിച്ചറിയണം. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ. വെറുതെ നിങ്ങളെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നമ്മിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ലെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെയല്ല. അടുത്ത നിമിഷത്തിൽ ചിലപ്പോൾ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരായിരിക്കും നമ്മൾ. ആ ഒരു ചിന്തയോടുകൂടി ജാഗ്രതയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അടിവരട്ടിട്ട് പറയുന്നത്, ഈ കളി കാണലും കളിക്കലും ഒന്നും ഹറാമല്ല. പക്ഷേ ദീനിൻ്റെ മുകളിൽ അതിനെ കൊണ്ടുവച്ച് ദീനിനെ പൊളിക്കുന്ന ഒരു പ്രവർത്തനം, നമസ്കാരത്തെ ശ്രദ്ധിക്കാത്ത ഒരു പ്രവർത്തനം, സമയത്തിന് വേണ്ടത്ര മൂല്യം കൊടുക്കാത്ത ഒരു പ്രവർത്തനം, പണത്തിന് മൂല്യം കൊടുക്കാതെ അതുകൊണ്ട് ദൂർത്ത് കാണിക്കുന്ന ഒരു പ്രവർത്തനം വിശ്വാസിക്ക് പാടില്ലെന്നേ ഈ ഖുതുബയിൽ പറഞ്ഞിട്ടുള്ളൂ. അത് ആ രൂപത്തിൽ മനസ്സിലാക്കണമെന്ന് നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു തആല മതത്തെ അറിയാനും മതത്തെ മനസ്സിലാക്കുവാനുമുള്ള വിശാല മനസ്കത നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.
രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെ നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്